ചെയ്തു കൂട്ടി ഒന്നും പോരാണ്ട് നമ്മടെ കാറ്റ് ഇവിടുന്ന് കുറച്ച് ഓടും പറിച്ചോണ്ട് പോയല്ലോ എന്റെ റബ്ബേ. അല്ലാ, എന്റെ കദളിപായം പോയാ. കോഴി മുയിക്കണുണ്ടോടി? മുയിക്കണുണ്ട്. 5 മുട്ട ഇട്ടിട്ടുണ്ട്. 5 എണ്ണ? എന്നാ ഏതോ ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും. ഇന്നലെ 4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലാലിവിടെ എന്തിട്ടില്ല. ഉറങ്ങിക്കോട്ടെ. ഇന്നലത്തെ കാറ്റിന് ഓന്റെ സ്കൂള് പറന്നങ്ങ് ബദ്രപള്ളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഈ സ്കൂൾ അവിടെ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടാ. കൊടയവൻ പണ്ട് തന്റെ ഉറുമാല് കൊടഞ്ഞപ്പോ തെക്കുന്നും വടക്കുന്നും കാറ്റടിച്ച് അത് കേക്കോട്ടും പോവണ്ട് പടിഞ്ഞിട്ടും പോവണ്ട് ഒന്നായി ഞമ്മടകൽവിലാഞ്ഞടിച്ച് ദുനിയാവില് മുഴുവനും കാറ്റടിച്ച്. ഇങ്ങനെ നിലവിളി ചാച്ചക്കം പേടിച്ചെണീക്കും. ഇത്തിരി പോന്നൊരു ദുനിയാവിന്റെ അകത്തുള്ള മുത്തയ നിന്നെയും ചേർത്താണ് ചേരബേ. കൽബിന്റെ സോലിന്റെ സ്നേഹത്തിൻ കൈത്തിരി നിന്നിൽ കെടാതെ ഞാൻ കാത്തുകൊള്ളാറബേ. നിർത്തണ്ട. ചെക്കൻ എണീറ്റ്. എന്റെ മുത്ത് പേടിച്ചാടാ. പെട്ടെന്ന് എവിടുന്ന് ഇടിയിട്ടിയത്? ഇടിപെട്ടിയതൊന്നും അല്ലട മുത്തേ. ഇതെല്ലാം കണ്ട സങ്കടം തീർക്കാനെ കൊണ്ട് ഉമ്മ ഒന്ന് പാടിയതാടാ. എന്റെ റബ്ബേ, അന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തേടി? അതും കാറ്റ് കൊണ്ടായാ? ഉമ്മ ഇതേത് ലോട്ടാണ്. ബാപ്പ വണ്ടിയും കൊണ്ട് വെളിച്ചായപ്പോ പോയി. വെളുപ്പിനെ ബാപ്പ പോയി ബദർമുനീറിന്റെ വെള്ള കുതിരനെ കെട്ടിയ പണ്ടിയില്. അല്ല, ബദർമുനീറിന്റെ ചേലിക്ക്. പറപ്പിക്കേ ഉള്ള പൊടി മുഴുവൻ പറപ്പിക്കേ. ഈ വണ്ടിക്കാർക്കൊന്നും മെല്ലെ പോക്കൂടെ? മാഷെ, അത് പോലീസ് വണ്ടിയാണ്. വാടോ. എന്താണ് സാറേ? ആ കാട്ടുമാക്കാനെ ഇവിടെ അങ്ങ് കണ്ടോടോ അബ്ദുള്ളേ? ഇല്ല. എന്നാ അവൻ മുങ്ങി. അവന്റെ പരോള് കഴിഞ്ഞിട്ട് 5-6 ദിവസമായി. ഇതുവരെ അവൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാ അവൻ പരോളിലിറങ്ങി? അത് 2 ആഴ്ചയായി. ഈശ്വര, കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നതാ. കാറ്റിനെ പിന്നെയും സഹിക്കാം, കാട്ടുമാക്കാനെ സഹിക്കാനാ പാട്. കറങ്ങിത്തിരിഞ്ഞ് ഈ വഴി തന്നെ വരും. കണ്ടാ അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു പറഞ്ഞേക്ക്. പറയാ ചെന്നാലേ കയത്തിന് മേലെ തലയുണ്ടാവില്ല സാറേ. അതുകൊണ്ട് സാറ് തന്നെ പറഞ്ഞേക്ക്. ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു ദിവസത്തെ പണിയാ. എന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ പറഞ്ഞേക്ക്. വണ്ടി ഇടോ. ഓ, വീണിട്ടില്ല അബ്ദുള്ളേ. ഒക്കെ പടച്ചോന്റെ ഹയർ. അങ്ങനെയൊന്നും ബിയൂല മാഷെ. സ്കൂള് ഈ നാടിന്റെ നസീബ് തന്നെ സ്കൂളല്ലേ. ആരാത്? ഞാൻ പറഞ്ഞില്ലേ, കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കയറി കുടിയതാ. കുടിക്കോ. നല്ല ആസിഡിന്റെ മണം. മൂത്ര. അവന്മാര് ക്ലാസ് മുറി നിറച്ചൊഴിച്ചു വെച്ചിട്ടുണ്ട്. ആ, ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി ചന്തമുക്കിൽ എന്ന് SIയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക. നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണ ഈ റൗഡിയെ എത്ര കാലം സഹിക്കുക? ഈ പരാതി കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആരാണ് പരാതി തന്നതെന്ന് ആ കാട്ടുമാക്കാൻ ചോദിച്ചാൽ SI തന്നെ ഹെഡ്മാസ്റ്റർ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് എഴുതിയിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സമർപ്പിക്കുന്ന സങ്കടഹരിജി എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ജീപ്പ് വീരാൻകുട്ടിക്കാട് ഒരു ഓട്ടോ ഉള്ളതാ, പെട്ടെന്ന് ഒന്നൂടെ. വേഗം വരാടോ. എന്തൊരു കട്ടാത് ജീപ്പ് കാണാത്ത മാതിരി. ആ, പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴേ എന്താ ശേഖരമാഷ് വരുന്നില്ലേ? നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ ഹെഡ്മാഷെ? അവൻ 10-35 കേസിലെ പ്രതിയാ. ഈ പരാതി കൊടുത്തത് ഹെഡ്മാഷാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കി ഒരു കുത്തുകുത്തിയിട്ട് അവൻ 36ാമത്തെ കേസിലും പ്രതിയാവും. എന്താ? അല്ല, ഒന്നുമില്ല. അപ്പോഴേ കാലത്തെ തനിക്ക് വീരാൻകുട്ടർ ഓട്ടണമെന്നല്ലേ പറഞ്ഞേ? അത് കളയണ്ട. ഞങ്ങൾ ചിലപ്പോ തിരിച്ചു വരാൻ ലേറ്റ് ആയാലോ? ഇത് നാളെ ആയാലും കുഴപ്പമില്ലല്ലോ. എനിക്കൊരു വീട് വാടകയ്ക്ക് വേണമല്ലോ അബ്ദുള്ളേ. മാഷിക്ക് എന്തിനാണ് വേറെ വീട്? 7 മാസമായിട്ട് പണിയാ.
ശേഖരമാഷ ഇന്ന് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോവാം. ഹെഡ്മാഷ് പോയിക്കോ, എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. വീട് എനിക്കല്ല, വേറെ പുതിയൊരു മാഷ് മാറ്റം കിട്ടി വരുന്നുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ചന്തമുക്കില് കൊപ്ര കച്ചവടമുള്ള ഒരു ഇബ്രാഹിം കുട്ടി ആജി പണിതൊരു വീടുണ്ട്. അത് മൂപ്പരം മോൾക്ക് വേണ്ടിയിട്ടാണ്. അത് എന്റെ വീടിനടുത്താണ്. അത് പറ്റുക പറ്റാണ്ടെന്താ? പക്ഷെ ഇബ്രാഹിം കുട്ടി ആജിയുടെ മോളെന്ത്? അതിന് ഇവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാണെന്ന്. അതുകൊണ്ട് ആജിയാർ അത് വാടകയ്ക്ക് കൊടുക്കും. ഈ വരുന്ന മാഷിന് കാറ്റിനെ പേടിയില്ല. അപ്പൊ ആ വീട് കിട്ടൂ. വെറുതെ പൂട്ടിയിട്ടിരിക്കുന്ന 1-2 കൊല്ലായിട്ട് താക്കോൽ ഇന്നെ ഏൽപ്പിച്ചോണ്ട് ഇടയ്ക്ക് ബ്ലോക്ക് അടിച്ചു വാരി വൃത്തിയാക്കും. ഇതിങ്ങനെ പൂട്ടിയിടണ്ടെന്ന് ഇബ്രാഹിം കുട്ടി ആജിയെ കാണുമ്പോഴൊക്കെ ഞമ്മള് പറയും. എന്നാ പിന്നെ നിങ്ങളോട് വാടകയ്ക്ക് എടുത്തോളൂ ഇനി മൂപ്പര്. സ്വന്തം വീടുള്ളപ്പോ ഞമ്മക്കെന്തേ വാടക വീട്? കേട്ട മാഷേ, എന്നോടും കുട്ടികളോടും ബൈക്കിട്ടാ ഇങ്ങേര് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ അകത്തോട്ട് കയറി കാടാട് ഒറ്റയിരിപ്പാ. പുതിയ താമസക്കാർ വന്നാ എന്താ ചെയ്യാമെന്ന് അറിയാലോ. വെറുതെ പറയാൻ മാഷേ, ഇത്തിരി നൊസ്സുണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാണ്. ഇങ്ങക്കാ എങ്ങനെയുണ്ട് മാഷേ? പുതിയ മാഷക്ക് പറ്റുവാ? ഇത്രയും നല്ലൊരു വീട് വിഷ്ണു ഒരിക്കലും പ്രതീക്ഷിക്കില്ല. വലിയ വാടക പറയും. വാടകയൊക്കെ നമ്മള് പറഞ്ഞ് ശരിയാക്കാം. പുതിയൊരു മാഷാടി വിഷ്ണു മാഷ്. ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി നമ്മുടെ ഹിലാലും ഒരു പ്രായ, താഴെ ഒരു മോളും. ഇല്ല മാഷേ? ഭാര്യ ടീച്ചറാണോ മാഷേ? ടീച്ചറല്ല, വിഷ്ണു കുറച്ചു കാലം അങ്ങ് തെക്കൊരു സ്ഥലത്ത് മാഷായിട്ട് ജോലി നോക്കിയിരുന്നു. അവിടെ വെച്ച് കണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. പുതിയ മാഷ് തല്ലുന്ന മാഷാണോ താത്ത? തല്ലണ മാഷാണെങ്കിൽ ബാപ്പ വീട് വാടകയ്ക്ക് വാങ്ങി കൊടുക്കൂല. മാഷിന്റെ ഭാര്യ ടീച്ചറാണോ അമ്മ? ടീച്ചറല്ലാന്ന്. മാഷ് സ്കൂളിൽ പോയാ ആ കുട്ടി ഇവിടെ കാണും. അമ്മ, അവരുടെ പേരെന്താ? പ്രിയംവദ. വരൂ. പെട്ടിയും വേഗം അവിടെ വെച്ചോളൂ. പ്രിയമതേ, ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ട്. അമ്മേ, കാലത്ത് മുതല് നോക്കിയിരിക്കായിരുന്നു ഞാൻ. പെർമിഷൻ കിട്ടാൻ വൈകി. കുറെ നേരം പുറത്തിരിക്കേണ്ടി വന്നു. എന്റെ മക്കൾ വല്ലതും കഴിച്ചോ? അച്ഛൻ ചായയും പഴവും വാങ്ങിച്ചു തന്നു. അച്ഛൻ ഒന്നും കഴിച്ചില്ല. അമ്മ കഴിച്ചോ? അമ്മ കഴിച്ചു. പനി മാറിയോ? കത്തിലെഴുതിയിരുന്നു. 1-2 ദിവസം പനിച്ചു. ഇപ്പൊ മാറി. ചുമയോ? ഇടയ്ക്കുണ്ട്. സാരല്ല വിഷ്ണുട്ടാ. വിഷ്ണുട്ടിന് മക്കളും വന്നല്ലോ. കണ്ടിട്ട് കുറച്ചു നാളായി എന്റെ വിഷമം കൂടുതലും. 3-4 ദിവസമായിട്ട് എന്നും മക്കളെ സ്വപ്നം കാണാം. തനിച്ചെന്നെ കാണാൻ നിന്നിരിക്കണു. ഉമ്മയും മായമ്മളും എത്ര പറഞ്ഞിട്ടും തിരിച്ചു പോകാതെ ഈ കമ്പിയിൽ മുഖം അമർത്തിക്കറിയ 2 പേരും. വിഷ്ണുവിനോട്ട് കാണാനുമില്ല. വല്ലാണ്ട് പേടിയായി. ഓരോന്നോർത്ത് കിടന്നിട്ടോ? അമ്മ പേടിക്കണ്ട, അച്ഛൻ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്.
എനിക്കറിയാം മോനെ. അച്ഛനെ മക്കളും നന്നായി നോക്കണം. ഞങ്ങളെ നോക്കുന്നുണ്ട്. അച്ഛൻ ചോറുണ്ടാക്കുമ്പോ ഉണ്ണിയേട്ടൻ പാത്രം കഴുകും, ഞാൻ ബാത്റൂം കഴുകും. ഇന്നാവശ്യം എന്റെ ഗ്ലാസ് വീണ് പൊട്ടി ഇല്ലേ ഉണ്ണിയേട്ടാ? എന്നിട്ട് അച്ഛൻ മോളെ വഴക്കു പറഞ്ഞോ? അച്ഛനോട് ഉമ്മ സാരില്ലാന്ന് പറഞ്ഞു. എപ്പോഴാ പോണേ പുതിയ സ്ഥലത്തേക്ക്? നേരെ പോയി പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ശേഖര മാഷിലാരും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വീട് ശരിയാക്കി എഴുതിയിട്ടുണ്ട് മാഷ്ക്ക്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം. ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്? പോണം കുറെ. ഇനി എപ്പോഴാ വരിക മക്കളെയും കൊണ്ട്? എപ്പോഴും വരണമെന്ന് പറഞ്ഞു ആ സൂപ്രണ്ട് വഴക്ക. എന്നാലും വരും, എപ്പോഴും വരും. അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ച് എന്താ പറയാ? അമ്മ ജയിലിലാണെന്നറിയുമ്പോ അവർക്കൊക്കെ എന്റെ മക്കളോട്. ഇല്ല, ശേഖര മാഷ്കല്ലാതെ അവിടെ ആർക്കും എന്റെ പരിചയം ഉണ്ടാവില്ല. നീ എവിടെയാണെന്ന് ആരെ അറിയിക്കാഞ്ഞ പോലെ മക്കളും പറയില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അമ്മയില്ല എന്ന് പറഞ്ഞാ മതി. കരഞ്ഞു വെറുതെ മക്കളെ വിഷമിപ്പിക്കല്ലേ. അമ്മ കരയല്ലേ? ഇല്ല മക്കളെ, അമ്മ കരയണില്ല. അതെ, സമയായി. ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ആവാം. ഇടയ്ക്കിടയ്ക്കുള്ളതല്ലേ? വിഷ്ണുട്ട് പൊക്കോ, മക്കൾ പൊയ്ക്കോ. ഉണ്ണി നന്നായിട്ട് പഠിക്കണട്ടോ. മോള് വികൃതി അടിച്ച് അച്ഛനെ വിഷമിപ്പിക്കരുത്. വിഷ്ണുട്ട പോണ വഴിക്ക് മോൾക്ക് കുപ്പിയോടെ വാങ്ങിക്കൊടുക്കണേ. ഉണ്ണിക്ക് കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും. മതി, നിർത്തി എനിക്ക്. അമ്മ അമ്മ കൺമശി ഇട്ടിട്ടില്ല. വേണ്ട അച്ഛ, കൺമശി വേണ്ട. ജയിലിൽ അമ്മ കൺമശി ഇടുന്നുണ്ടാവൂല. ഇതെന്താ? ജനല്. അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കാം. മോനും മായമോളും വരുന്നുണ്ടോന്നറിയാൻ അമ്മ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുക. വേണ്ട അച്ഛ, അരികള് വേണ്ട, ജനലും വേണ്ട. അമ്മയ്ക്ക് സങ്കടാവും. ഈ പടം വേണ്ട, അമ്മയുടെ ചിരിക്കുന്ന പടം മതി. അച്ഛനും മക്കളുമാണെന്ന് തോന്നുന്നു. നല്ല ഓമനത്തോടുള്ള കുട്ടികൾ. ബസ് വരാൻ വൈകുമ്പോ ഇങ്ങനെ ചുറ്റും നോക്കിയിരുന്ന മുഷ്ടിൽ തോന്നില്ല. കാണാൻ എന്തോരം സംഗതികളാ. ആ കുട്ടികളുടെ അമ്മ കൂടെ ഇല്ല. അതാ ഇത്ര നേരം ഞാൻ ആലോചിച്ചത്. അവരൊക്കെ പോകുന്നു. ഏയ്, അവരുടെ ബസ് വന്നിട്ടില്ല. നമുക്ക് പോകേണ്ട ബസ് തന്നെ അവരുടേതും. അയാൾ ബസിന്റെ കാര്യം പോർട്ടോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്നാ അച്ഛൻ പറ, അവരിപ്പോ എങ്ങോട്ടാ പോണത്? കുട്ടികള് ബസ്സിൽ കയറിയാൽ ഛർദ്ദിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് നാരങ്ങ വാങ്ങിക്കാൻ പോയിരിക്കുക.